ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം മാണിക്കോത്തില്ലല്ലോ നിർമ്മല. ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അത് അവരനുസരിക്കുകയല്ലേ പതിവ്. ഇതങ്ങനെയല്ലല്ലോ, അവരുടെ ജീവിതമല്ലേ. അതിന് അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ടി വരും. ശരി, അവളെ വിളിക്ക്. ചന്ദ്രേ, ദേ അച്ഛൻ വിളിക്കുന്നു. വാ വാ. എന്താ അച്ഛാ? അടുത്ത ഞായറാഴ്ച നിന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരും. തരക്കേടില്ലാത്ത കുടുംബമാ, ഒറ്റ മോൻ. അച്ഛന് കൃഷിപ്പണിയാ. ചെറുക്കൻ എന്തോ ഗവൺമെന്റ് ജോലിയോ മറ്റോ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എന്ത് മറുപടിയാ അവർക്ക് കൊടുക്കേണ്ടത്? എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. എനിക്ക് കോഴ്സ് പൂർത്തിയാക്കണം. കല്യാണം കഴിഞ്ഞും കോഴ്സ് പൂർത്തിയാക്കാവല്ലോ. ഞാൻ അവരോട് വരാൻ പറയാൻ പോവാ. അച്ഛാ, അത് ഇവളെ അകത്തോട്ട് വിളിച്ചോണ്ട് പോ നിർമ്മലേ. അല്ല, അവള് പറയുന്നതിലും കാര്യമില്ലേ? പറഞ്ഞത് കേക്കടി, വിളിച്ചോണ്ട് പോ. വാ മോളെ. എന്റെ അമ്മയെ കല്യാണം കഴിഞ്ഞ പഠിത്തമൊന്നും നടക്കില്ല. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വാ. എന്താ സ്വാമി? സ്വാമിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയാനുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. കളക്ടർ ഏത് നിമിഷം പരുത്തിക്കുന്നിലെത്താം. ഈ വരവിൽ അവൻ എന്തൊക്കെയോ ഉറപ്പിച്ചു കൂട്ടിയിട്ടുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോ അത് ഒഴിഞ്ഞു പോവില്ല, ഒഴിപ്പിച്ചു വിടണം അല്ലേ? അതെ. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്വാമി ശിവനെ ഒന്ന് വിളിക്കുക.